വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യയ്ക്ക് പ്രേരണയായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ വണ്ടിപ്പെരിയാർ പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിന് നന്ദി അർപ്പിച്ച് കുടുംബം. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി ഉണ്ടാവരുതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. 2023 ജൂലൈ 1 വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ തെക്കേപ്ലാപ്പള്ളി വീട്ടിൽ ശ്രീദേവി എന്ന വീട്ടമ്മയെ ഭവനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ കാരണത്തിന് അന്വേഷണവും ആരംഭിച്ചിരുന്നു. മരണപ്പെട്ട ശ്രീദേവിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയ്യപ്പൻകോവിൽ സ്വദേശികളായ മനില പുതുപ്പറമ്പിൽ പ്രമോദ് വർഗീസ്, ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനത്താലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് എഴുതി വച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യ പ്രേരണാക്കുറ്റം ചുമത്തി പ്രമോദ് വർഗീസിനെ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതിയായവരെ കണ്ടെത്തുന്നതിനു വേണ്ടി പെരിയാർ പോലീസ് നടത്തിയ കൃത്യതയാർന്ന അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ നന്ദി അറിയിക്കുന്നതായി കുടുംബം പ്രതികരിച്ചു. ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിൽ പോലീസിന് നന്ദി അറിയിക്കുന്നതായി മരണപ്പെട്ട ശ്രീദേവിയുടെ പിതാവ് പളനി ആചാരി പറഞ്ഞു. ഇവൻ്റെ പെണ്ണുപിള്ള എൻ്റെ കുഞ്ഞിനെ എൻ്റെ പെരക്കകത്തിട്ട് വന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും എൻ്റെ കുഞ്ഞ് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ മൂത്ത മോളാണ് അമ്മൂമ്മയോട് പറയുന്നത് ഇതുപോലെ സംഭവിച്ച അമ്മൂമ്മ. അപ്പോൾ അത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ആ കൊച്ചു പോലും നമ്മുടെ പെരക്കകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു തെളിവാകുമല്ലോ. പക്ഷെ അവൾ അതുപോലും ചെയ്തില്ല. അത്രയ്ക്ക് ശുദ്ധമായിരുന്നു അവൾ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തറിയുന്നത്. ഈ അതിനകത്തുള്ള ആൾക്കാരുടെ അവൻ വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നതും ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നതും. ഇതെല്ലാം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? പക്ഷേ ഇത് നേരത്തെ ചെറിയൊരു സൂചനയെങ്കിലും നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഇന്നും ജീവനോട് കണ്ടു. കേസിൽ അന്വേഷണം നേരിടുന്ന പ്രമോദിന്റെ ഭാര്യ സ്മിത വിദേശത്തായതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമോദിന്റെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കി ലഭിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. പ്രമോദിന്റെ അറസ്റ്റോടുകൂടി ഇയാളെക്കുറിച്ചുള്ള മോശമായ വിവരങ്ങൾ പുറത്തുവരുന്നതായും തന്റെ മകൾക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നും ശ്രീദേവിയുടെ പിതാവ് പറയുന്നു. ശ്രീദേവിയുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായ ആളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും കേസിൽ പരാമർശിക്കുന്ന പ്രമോദിന്റെ ഭാര്യ സ്മിതയുടെ സംഭവത്തിലെ ഇടപെടൽ കൂടി കണക്കിലെടുത്ത കുറ്റക്കാരിയെന്ന് കണ്ടാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അർഹതപ്പെട്ട ശിക്ഷ ലഭ്യമാക്കണമെന്നും മരണപ്പെട്ട ശ്രീദേവിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.